നമസ്കാരം. കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. അതിരൂപത ആസ്ഥാനത്ത് തുടരുന്ന വൈദികരും അൽമായരും അതിരൂപത ആസ്ഥാനത്ത് നിന്ന് എത്രയും വേഗം തിരിച്ചു പോകണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ആവശ്യപ്പെട്ടു. അനുവാദമില്ലാത്ത യോഗങ്ങൾക്കും പ്രകടനങ്ങൾക്കും ആസ്ഥാനം വേദിയാക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വെള്ളിയാഴ്ച അതിരൂപത ആസ്ഥാനത്ത് എത്തിയവരിൽ ഒരു വിഭാഗം വിവിധ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമായി അവിടെ തന്നെ തുടരുന്നതിനാൽ അതിരൂപത കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായിരിക്കുകയാണ്. സന്ധിയില്ലാത്ത സമരങ്ങളിലൂടെയല്ല സഭാ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണേണ്ടത്. പ്രശ്നപരിഹാരത്തിലുള്ള പരിശ്രമങ്ങൾക്കായി അധികാരികളോടുള്ള അനുസരണവും പ്രാർത്ഥനയുമാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതെന്നും മാർ ബോസ്കോ പുത്തൂർ ഓർമ്മിപ്പിച്ചു. ജനകീയ പ്രശ്നങ്ങളിൽ ജനപ്രതിനിധികൾ നിലപാട് പ്രഖ്യാപിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപതാ സമിതി. ചങ്ങനാശ്ശേരി അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം അതിരൂപതാ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ഉദ്ഘാടനം ചെയ്തു. അതിരൂപതാ പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പടിഞ്ഞാറേ വീട്ടിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കുക, കൃഷിഭൂമികൾ ESI പരിധിയിൽ ഉൾപ്പെടുത്തുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം തിരുനക്കര ഗാന്ധി പ്രതിമയ്ക്ക് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നത്തിലാണ് കത്തോലിക്ക കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയത്. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും വ്യക്തമായ നിലപാട് എടുക്കുവാനും അവരുടെ പക്ഷത്തുനിന്ന് സംസാരിക്കുവാനും ജനപ്രതിനിധികൾ കഴിയണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. രോഗബാധിതരായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികൾക്ക് സ്വമേധയോ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ അനുമതിയോടുകൂടി നിഷ്ക്രിയ ദയാവധം അനുവദിക്കുന്നതിൽ ഡോക്ടർമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന കേന്ദ്ര സർക്കാർ നയം മനുഷ്യജീവന്റെ മഹത്വത്തെ അംഗീകരിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നതല്ലെന്ന് സീറോ മലബാർ സഭ പ്രോ ലൈഫ് അപ്പസ്തോലേറ്റ് ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ കരട് പെരുമാറ്റ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്ന് പ്രോ ലൈഫ് അപ്പസ്തോലേറ്റ് ആവശ്യപ്പെട്ടു. ജീവന്റെ സംസ്കാരത്തിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ കരട് പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ചുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ ഒക്ടോബർ 20-നകം അഭിപ്രായം അറിയിക്കണമെന്ന് പ്രോ ലൈഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് അഭ്യർത്ഥിച്ചു. മുനമ്പത്തെ വഖഫ് അവകാശവാദവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി കോട്ടപ്പുറം രൂപത ഭൂസംരക്ഷണ സമിതി പ്രതിനിധികൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് നിവേദനം നൽകി. JBC ചെയർമാൻ ജഗദംബിക പാൽ MP-ക്ക് കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മൂഞ്ചന്നൂർ റോക്കി റോബി കളത്തിൽ, കടപ്പുറം വേളാങ്കണ്ണി മാതാപള്ളി വികാരി ഫാദർ ആന്റണി തറയിൽ, ഭൂസംരക്ഷണ സമിതി കോർഡിനേറ്റർ ജോസഫ് ബെന്നി, ജെയ്സൺ ആദപ്പള്ളി എന്നിവർ ചേർന്ന് നിവേദനം കൈമാറി. ബംഗളൂരു MG റോഡിലെ താജ് ഹോട്ടലിൽ നടന്ന കമ്മിറ്റിയുടെ സിറ്റിംഗിൽ പ്രതിനിധികൾ പ്രശ്നം വിശദമായി അവതരിപ്പിച്ചു. മണിപ്പൂർ സംഘർഷം അണയാതെ തുടരുന്നതിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തി. നാളിതുവരെ കലാപത്തിൽ 360-ലേറെ ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കി. 220-ലേറെ പേർ കൊല്ലപ്പെടുകയും 11,000-ലേറെ വീടുകൾ കത്തിനശിക്കുകയും ചെയ്തു. മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ രഞ്ജിത്ത് മടത്തിറമ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വർഗീസ് കുരിശിങ്ങൽ ചടങ്ങിൽ അധ്യക്ഷനായി. കലാപത്തിൽ കത്തിച്ചു കളഞ്ഞ ദേവാലയങ്ങൾക്കും വീടുകൾക്കും നഷ്ടപരിഹാരം നൽകുക, കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ സാമ്പത്തിക സഹായം നൽകുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതേസമയം അക്രമങ്ങൾ തുടരുന്നതിൽ വലിയ ആശങ്കയുണ്ടെന്ന് ക്രിസ്ത്യൻ ഫോറം ചൂണ്ടിക്കാട്ടി. താമരശ്ശേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ CODയുടെ നേതൃത്വത്തിൽ ഗ്രാമവികസന പദ്ധതികൾ സംഘടിപ്പിക്കുന്ന നേതൃസംഗമം ഒക്ടോബർ 5 മുതൽ 9 വരെ വിവിധ പഞ്ചായത്തുകളിൽ നടത്തപ്പെടും. താമരശ്ശേരി രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ COD കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി കഴിഞ്ഞ 25 വർഷക്കാലമായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ നിസ്തുലമാണ്. സംഗമത്തിന് നേതൃത്വം നൽകുന്നതിന് COD ഡയറക്ടർ ഫാദർ സായി പാറങ്കുളങ്ങര, ശ്രീ ജോയ് KC, പ്രൊജക്ട് ഓഫീസർ സിദ്ധാർത്ഥ സ്നാഥ്, ശ്രീമതി ബീന K മാത്യു എന്നിവരാണ്. തുടങ്ങനാട് ചെറുപുഷ്പൻ മിഷൻ ലീഗിന്റെയും വിശ്വാസ പരിശീലനത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തുടങ്ങനാട് സെന്റ് തോമസ് ഹൈസ്കൂളിൽ നടക്കുന്ന മേഖലാതല കലോത്സവം ഉദ്ഘാടനം തുടങ്ങനാട് ഫൊറോന വികാരി വെരിയറവൽ ഫാദർ ജോൺസൺ പുള്ളി നിർവഹിച്ചു. ഫൊറോന പള്ളിയുടെ കീഴിലുള്ള 8 ഇടവകളിൽ നിന്നുള്ള 800-ലധികം വിദ്യാർത്ഥികൾ വിവിധ വിഭാഗങ്ങളിലായി 10 ഇനം മത്സരങ്ങളിൽ പങ്കെടുത്തു. മേഖലാ ഡയറക്ടർ ഫാദർ മൈക്കിൾ ചാത്തൻകുന്നേൽ, രൂപതാ പ്രതിനിധി ശ്രീ സിജോസ് കറിയ, ജ്യോതിസ് തേവർകുന്നേൽ, സിസ്റ്റർ അൽഫോൻസ് CMC, സിബി കാടശ്ശേരിയിൽ, സിജു കട്ടക്കയം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ
ജെറിയാട്രിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 1000-ഓളം വയോജനങ്ങളെ ആദരിച്ചു. ടോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ടിഡോപ്പ് എന്ന പേരിൽ നടത്തിയ പരിപാടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 96-ാം വയസ്സിലും കോൺട്രാക്ട് പണി ചെയ്യുന്ന കത്രീന അമ്മച്ചിയെയും മാരത്തോൺ ഓട്ടക്കാരനായ 90 വയസ്സുള്ള പ്രൊഫസർ CP മാത്യുവിനെയും ചടങ്ങിൽ ആദരിച്ചു. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസ് നടത്തി. പരിശുദ്ധ അമ്മയ്ക്ക് 1 ലക്ഷം ജപമാല സമർപ്പണത്തിനൊരുങ്ങി തോമാപുരം സെന്റ് തോമസ് ഫൊറോന ഇടവക. ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ എല്ലാ വിശ്വാസികളോടും ഇടവക വികാരി ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം ആഹ്വാനം ചെയ്തു. ഡിസംബർ 14 മുതൽ തോമാപുരത്ത് വെച്ച് നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുന്നൊരുക്കമായി മനുഷ്യകുലത്തിന്റെ നവീകരണത്തിനും ലോക സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടിയാണ് ഈ ജപമാല യജ്ഞം നടക്കുന്നത്. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെല്ലാനം പഞ്ചായത്തിൽ ഭവന പുനരധിവാസ പദ്ധതിക്ക് തുടക്കമായി. കടലാക്രമണം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തത്തിൽ കേടുപാടുകൾ സംഭവിച്ച ഭവനങ്ങൾ പുനർനിർമ്മിക്കുന്നതിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ധനസഹായം വിതരണം ചെയ്തു. ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി മിനി പാരിഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ അധ്യക്ഷത വഹിച്ചു. പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് ഇറ്റലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന CEI എന്ന സംഘടനയാണ്. ചടങ്ങിൽ KJ മാക്സി MLA അർഹതപ്പെട്ടവർക്ക് 26 ലക്ഷം രൂപ ധനസഹായമായി വിതരണം ചെയ്തു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് തണ്ണിത്തോട് സോൺ ക്ലർസി കമ്മീഷന്റെ പ്രവർത്തനോദ്ഘാടനം കരിമാൻതോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭ തുമ്പമൻ ഭദ്രാസന സെക്രട്ടറി ജോൺസൺ കല്ലിട്ടതിൽ കോർ എപ്പിസ്കോപ്പ നിർവഹിച്ചു. യോഗത്തിൽ സോൺ ക്ലർസി കമ്മീഷൻ ചെയർമാൻ ഫാദർ OM ഷാമുവേൽ അധ്യക്ഷത വഹിച്ചു. KCC സോണൽ പ്രസിഡന്റ് റവറൽ ഡേസൺ P സാമുവൽ, സോണൽ സെക്രട്ടറി അനീസ് തോമസ്, സോണൽ ട്രഷറർ LM മത്തായി, ഫാദർ ജോൺ പീറ്റർ, ഫാദർ ജിബിൻ ജെയിംസ് എന്നിവർ സംസാരിച്ചു. ചെറുപുഷ്പം മിഷൻ ലീഗ് പാലങ്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന മിഷൻ മാസാചരണം ഡയറക്ടർ ഫാദർ ജെയിംസ് കുന്നത്തേട് മിഷൻ പതാക ഉയർത്തി ആരംഭം കുറിച്ചു. ഈ മാസം വിവിധ പരിപാടികളും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ പ്രവർത്തനങ്ങളും നടത്തും. ഒക്ടോബർ 31-ന് മിഷൻ മാസാചരണം സമാപിക്കും. ചടങ്ങിൽ പ്രസിഡന്റ് ലിജോ തെക്കേമുറി, ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ റാണി സേവ്യർ എന്നിവർ സന്നിഹിതരായിരുന്നു. ജിനീറ്റ കുരിശുമൂട്ടിൽ, ആദിഷ് പേക്കൽ, അഞ്ജിത്, ലീന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ 2024 ഒക്ടോബർ 4, 5, 6 തീയതികളിലായി ആലപ്പുഴ രൂപതയുടെ ആതിഥേയത്വത്തിൽ പള്ളൂട്ടിയിൽ വെച്ച് നടത്തപ്പെടാനിരിക്കുന്ന സംസ്ഥാന തീരദേശ പഠന ക്യാമ്പിന്റെ ലോഗോ പ്രകാശനം ആലപ്പുഴ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞൂർ റവർ ജോയ് പുത്തൻവീട്ടിൽ നിർവഹിച്ചു. KCYM സംസ്ഥാന പ്രസിഡന്റ് MJ ഇമ്മാനുവൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KCYM സംസ്ഥാന സെക്രട്ടറി സുബിൻ K സണ്ണി, KCYM ആലപ്പുഴ രൂപതാ പ്രസിഡന്റ് റെനീഷ് ആന്റണി, ഡയറക്ടർ ഫാദർ തോമസ് മണിയപ്പുഴയിൽ, ആനിമേറ്റർ സിസ്റ്റർ റീന തോമസ് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. കോതമംഗലം എൽദോമൂർ ബെസേലിയോസ് ഭാവയുടെ കബറിടത്തിങ്കിലേക്ക് ആരംഭിച്ച ഹൈറേഞ്ച് മേഖലയുടെ കാൽനട തീർത്ഥാടനത്തിന് അടിമാലിയിൽ സ്വീകരണം നൽകി. യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പൊലീത്ത ഏലിയാസ് മോർ അത്താനിയോസ് തീർത്ഥാടകരെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള യാത്ര കോവിൽക്കടവ് സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും നെടുങ്കണ്ടം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ നിന്നുമാണ് ആരംഭിച്ചത്. വിവിധയിടങ്ങളിൽ നിന്ന് ആരംഭിച്ച തീർത്ഥയാത്ര അടിമാലിയിൽ സംഗമിച്ചു. മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സത്യാഗ്രഹം നടത്തി. സത്യാഗ്രഹത്തിന്റെ 48-ാം ദിനം മാവേലിക്കര ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചുകുട്ടികൾ ലഹരിശീലത്തിലേക്ക് വീഴാതിരിക്കാൻ LP ക്ലാസ് മുതൽ പാഠപുസ്തകങ്ങളിൽ ലഹരിവിധ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുക, മദ്യവിൽപ്പനശാല വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും തിരിച്ചു നൽകുക, ഘട്ടം ഘട്ടമായി മദ്യക്കടകൾ നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കളക്ടറേറ്റ് പടിക്കൽ സത്യാഗ്രഹം നടത്തിയത്. തീർത്ഥാടന കേന്ദ്രമായ ചീയഭം മോർ ബെസേലിയോസ് ദേവാലയത്തിലെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ബത്തേരി കരുണ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും സംഘടിപ്പിച്ചു. മലബാർ ഭദ്രാസന വൈദിക സെക്രട്ടറി ഫാദർ ബേസിൽ കരനിലത്ത് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ മത്തായി കുഞ്ഞ് ചാത്തനാട്ടുകുടി,
ട്രസ്റ്റി വർഗീസ് തോട്ടത്തിൽ, സെക്രട്ടറി യാക്കോബ് പള്ളത്ത്, കരുണ ആശുപത്രി ജനറൽ മാനേജർ സാന്റോ ജോസഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പുനരൈക്യ ശതാബ്ദി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വചനവർഷാചരണത്തിന്റെ ഉദ്ഘാടനം വകയ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ വികാരി ഫാദർ വർഗീസ് കൈതോൻ നിർവഹിച്ചു. ദേവാലയത്തിൽ ആത്മീയമായി വചനപ്രതിഷ്ഠ നടത്തി. വചനവർഷാചരണത്തിന്റെ ഭാഗമായി ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലേക്കും മെഴുകുതിരി, പ്രാർത്ഥനാ കാർഡ്, വചനവർഷ ലഘുലേഖ എന്നിവ വിതരണം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഇടവക ഗായക സംഘാംഗങ്ങളുടെ സംഗമം ഒക്ടോബർ 26 ശനിയാഴ്ച നടത്തപ്പെടും. പരിശുദ്ധ ഭാവ തിരുമേനിയുടെ ശ്രുതി സ്കൂൾ ഡയറക്ടർ അഭിമന്യ അപ്രേം മെത്രോപൊലിത്ത തിരുമേനിയുടെയും ശ്രുതി സ്കൂൾ ഡീൻ MP ജോർജ് അച്ഛന്റെയും മഹനീയ നേതൃത്വത്തിലാണ് ഗായക സംഘാംഗങ്ങളുടെ സംഗമം നടത്തപ്പെടുന്നത്. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.